all. This is Reshma from Department of Computer Application, Don Bosco College, Kottayam. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻസിനെ പറ്റിയാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിലേഷൻസ് മറ്റൊരു പ്രോപ്പർട്ടി ഒബേ ചെയ്യുമ്പോൾ കിട്ടുന്ന പുതിയ ടൈപ്പ് ഓഫ് റിലേഷൻസിനെ പറ്റിയാണ് ഡീൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സിമെട്രിക് റിലേഷൻസ്. A relation R defined on A is said to be symmetric if and only if A related to B implies B related to A. അതായത് എ എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആർ എന്ന് പറയുന്ന റിലേഷൻ സിമെട്രിക് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സെറ്റിൽ എ എന്ന് പറയുന്ന സെറ്റിൽ രണ്ട് എലമെൻറ്റ്സ് ആയ എയും ബിയും തമ്മിൽ റിലേറ്റഡ് ആണ്. അതായത് എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ ബി റിലേറ്റഡ് ടു എയും ആയിരിക്കും. എ റിലേറ്റഡ് ടു ബി ഇംപ്ലൈസ് ബി റിലേറ്റഡ് ടു എ. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആറെന്ന് പറയുന്ന സെറ്റിനകത്ത് ഓർഡറുടെ പെയർ എ ബി ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ അതേ സെറ്റിൽ ഓർഡറുടെ പെയർ ബി എയും ഉണ്ടായിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് 2, 1 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ആ സെറ്റിനകത്തുണ്ട്. 2 എന്ന ഓർഡറുടെ പെയർ ആറ് എന്ന സെറ്റിലുണ്ടെങ്കിൽ ഇഫ് എക്സിസ്റ്റ് ദെൻ 1, 2 ഷുഡ് ബി ഓൾസോ ദെയർ ഇൻ ദാറ്റ് സെറ്റ് ആർ. അപ്പോൾ 2, 1 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ആറ് എന്ന സെറ്റിലുണ്ടെങ്കിൽ ദെർ ഷുഡ് ബി an element 1, 2 in the relation R. So such type of relations are called as symmetric relations. Next, a relation R defined on A is said to be asymmetric if A related to B does not implies B related to A. A B യോട് റിലേറ്റഡ് ആണെന്ന് ഇരിക്കട്ടെ, but it does not implies B related to A. That is, A B എന്നൊരു എലമെൻ്റ് ഉണ്ടെന്ന് വിചാരിച്ച് B എന്ന് പറഞ്ഞ എലമെൻ്റ് ആ സെറ്റിനകത്ത് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എ റിലേറ്റഡ് ടു ബി ഡസ് നോട്ട് ഇംപ്ലൈ ബി റിലേറ്റഡ് ടു എ. അപ്പോൾ അങ്ങനെ റിലേഷൻസ് എന്ന് വിളിക്കുന്നത് അസിമെട്രിക് റിലേഷൻ, സിമെട്രിക് അല്ലാത്ത റിലേഷൻ. ആൻഡ് ദ തേർഡ് വൺ ഈസ് എ റിലേഷൻ ആർ ഡിഫൈൻഡ് ഓൺ എ ഈസ് സെഡ് ടു ബി ആൻറ്റി സിമെട്രിക് if A related to B and B related to A implies A is equal to B. അപ്പോൾ ഒരു റിലേഷൻ ആർ എന്ന് പറയുന്ന റിലേഷൻ നമ്മൾ ആൻറ്റി സിമെട്രിക് നിൽക്കണമെന്നുണ്ടെങ്കിൽ എ റിലേറ്റഡ് ടു ബി അവിടെ ഉണ്ട്, ബി റിലേറ്റഡ് ടു എ ഉണ്ടെങ്കിൽ എ ആൻഡ് ബി ഷുഡ് ബി ഈക്വൽ, അവർ തമ്മിൽ ഈക്വൽ ആയിരിക്കും. അപ്പോൾ എ റിലേറ്റഡ് ടു ബി ആൻഡ് ബി റിലേറ്റഡ് ടു എ ഇംപ്ലൈസ് എ ഈക്വൽ ടു ബി. അപ്പോൾ അങ്ങനൊരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിലേഷൻസ് നമ്മൾ വിളിക്കുന്നത് ആൻറ്റി സിമെട്രിക് റിലേഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ഈ ഓരോ പ്രോപ്പർട്ടി റിലേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓരോ പുതിയ പുതിയ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് നമുക്ക് റിലേഷൻസിനെ ഇത് കുറേ ടൈപ്സായിട്ട് ക്ലാസിഫൈ ചെയ്യാം. നമ്മൾ സിമെട്രിക് റിലേഷൻസിൻ്റെ ടൈപ്പിൽ വരുന്ന 3 കാറ്റഗറീസ് ആണ് സിമെട്രിക് റിലേഷൻ, ആസിമെട്രിക് റിലേഷൻ ആൻഡ് ആൻറ്റി സിമെട്രിക് റിലേഷൻസ്. ഓരോന്നിനും പ്രോപ്പർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്തു. നമുക്ക് ഓരോ എക്സാമ്പിൾസ് എന്ത് ചെയ്യാമെന്ന് ഐഡൻറ്റിഫൈ. Let A is equal to Z, the set of integers, and R is equal to set of all ordered pair AB such that A minus B is divisible by 3. അപ്പോൾ എയും ബിയും രണ്ട് എലമെൻറ്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ആ ഓർഡറുടെ പേരിലെ രണ്ട് കോർഡിനേറ്റ്സ് ആണെങ്കിൽ എ മൈനസ് ബി ഈസ് ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ മാത്രം എന്താ പറ്റുമോ ആ രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ റിലേറ്റഡ് ആണെന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആറിനകത്ത് ഇങ്ങനെ ഓർഡറുടെ പേർ എ ബി ഇൻക്ലൂഡ് ചെയ്യപ്പെടണമെന്നുണ്ടെങ്കിൽ എ മൈനസ് ബി എന്തായിരിക്കണം, ഇസ് ഡിവിസിബിൾ ബൈ 3 ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 1, 4 ഇത് ആറെന്ന് പറയുന്നത് നമ്മുടെ സെറ്റിനകത്ത് ഈ ആറെന്ന് പറയുന്ന സെറ്റ് അത് ഒരു എലമെൻ്റാണ്. കാര്യം എന്താ, 1 - 4 is equal to -3. -3 is divisible by 3. ഈ തന്നിരിക്കുന്ന ആറെന്ന് പറയുന്ന റിലേഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈസ് സിമെട്രിക്. കാര്യം എന്താ, 1, 4 എന്ന് പറയുന്ന എലമെൻ്റ് അതിനകത്ത് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് 4, 1 എന്ന എലമെൻറ്റ് എവിടെ തന്നെ കാണും, എലമെൻറ്റ് ഓഫ് ആർ ആയിരിക്കും. കാര്യം എന്താ, 4 - 1 is equal to 3. 3 is also divisible by 3. So R is equal to set of all ordered pairs such that A minus B is divisible by 3 എന്ന് പറയുന്നത് എന്താണ്, ഒരു സിമെട്രിക് റിലേഷൻ ആണ്. കാര്യം എന്താണ്, സിൻസ് A minus B is divisible by 3 implies B minus A is also divisible by 3. ഒരു നെഗറ്റീവിന് വ്യത്യാസം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നെഗറ്റീവ് നമ്പേഴ്സിനെ പോസിറ്റീവ് നമ്പേഴ്സിനെ ഒരുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ A റിലേറ്റഡ് ടു ബി ആണെങ്കിൽ എന്തും പറയാം, ബി റിലേറ്റഡ് ടു എ ആണെന്ന് നമുക്ക് പറയാം. Therefore the relation R is a symmetric relation. And the next one, let A is equal to Z and R is equal to set of all AB is that A less than B, that is strictly less than B, it is an asymmetric relation. That is ആ R എന്ന് പറയുന്ന ആ റിലേഷൻ ആണ് asymmetric relation ആണ്. കാര്യം എന്താണ്, A less than B ആണ്
എന്ന് വിചാരിച്ച് ബി എന്തായിരിക്കണമെന്നില്ല, ബി ലെസ് ദാൻ എ ആയിരിക്കണമെന്നില്ല. ദാറ്റ് ഈസ് എ ലെസ് ദാൻ ബി ഡസ് നോട്ട് ഇംപ്ലൈ ദാറ്റ് ബി ലെസ് ദാൻ എ. ഫോർ എക്സാമ്പിൾ -1 ലെസ് ദാൻ 4 ആണ്, ബട്ട് 4 നോട്ട് ലെസ് ദാൻ -1 ആണ് അല്ലേ. സോ എ ലെസ് ദാൻ ബി ആണെന്ന് വെച്ച് ബി ലെസ് ദാൻ എ ആയിരിക്കണമെന്നില്ല. അതാണ് എന്തിൻ്റെ പ്രോപ്പർട്ടി, സിമെട്രിക് റിലേഷൻ പ്രോപ്പർട്ടി. എ റിലേറ്റഡ് ടു ബി ഡസ് നോട്ട് ഇംപ്ലൈസ് ബി റിലേറ്റഡ് ടു എ. ഇവിടെ റിലേഷൻ എന്താണ്, ലെസ് ദാൻ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ റിലേഷൻ. So A less than B does not implies B less than A, and hence the relation that therefore ordered pairs is that A less than B, or the relation A less than B less than എന്ന് പറയുന്ന റിലേഷൻ എന്തല്ല, symmetric relation ഇല്ല, it is an asymmetric relation. Next we can move on to the antisymmetric relation. That A is equal to Z and R is equal to set of all AB such that A less than or equal to B. അടുത്ത റിലേഷൻ എന്താണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന റിലേഷൻ. ഇറ്റ് ഈസ് ആൻ ആൻറ്റി സിമെട്രിക് റിലേഷൻ. എന്താണ് ആൻറ്റി സിമെട്രിക് റിലേഷൻ പ്രത്യേകത, എ റിലേറ്റഡ് ടു ബിയും ബി റിലേറ്റഡ് തിരിച്ച് ബി റിലേറ്റഡ് ടു എയും ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആയിരിക്കണം. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന റിലേഷനെ സംബന്ധിച്ച് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്, ആൻഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എയും ആണ്. നമുക്ക് എന്ത് പറയാം, എ ഈക്വൽ ടു ബി ആണെന്ന് പറയാം. അതായത് ഫോർ എക്സാമ്പിൾ 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ഓൾസോ തിരിച്ച് 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. ഈ രണ്ട് കേസും സാധിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നത്, 5 ഈക്വൽ ടു 5 എന്ന് നമ്മൾ വിളിക്കുന്നു. സോ ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്, ഒരു ആൻറ്റി സിമെട്രിക് റിലേഷനാണ്. സോ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് സിമെട്രിക് റിലേഷനാണ്, ലെസ് ദാൻ എന്ന് പറയുന്നത് അസിമെട്രിക് റിലേഷനാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് ആൻറ്റി സിമെട്രിക് റിലേഷനാണ്. റിലേഷൻ്റെ പേര് മാത്രം ഓർത്ത് വെച്ചാൽ മതി, ഓരോ സെറ്റായിട്ട് കാണപ്പെടാൻ പഠിക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ പറഞ്ഞ ഡിവിസിബിലിറ്റി, അതാണ് ഇവിടുത്തെ റിലേഷൻ, ഡിവിസിബിൾ ബൈ 3 അല്ലെങ്കിൽ ഡിവിസിബിൾ ബൈ 2. അപ്പോൾ അങ്ങനെ ഡിവിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു സിമെട്രിക് റിലേഷനാണ്, ലെസ് ദാൻ എന്ന് പറയുന്നത് ഒരു അസിമെട്രിക് റിലേഷനാണ്, ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇസ് ആൻ ആൻറ്റി സിമെട്രിക് റിലേഷൻ. സോ ഇത് നമ്മൾ സിമെട്രിക് റിലേഷൻഷിപ്പിനെ പറ്റിയാണ് പഠിച്ചത്. സിമെട്രിക് റിലേഷൻ എന്താണെന്നും ടൈപ്സ് ഓഫ് സിമെട്രിക് റിലേഷൻ, സിമെട്രിക്, അസിമെട്രിക് ആൻഡ് ആൻറ്റി സിമെട്രിക് റിലേഷൻസിനെ പറ്റിയും പറഞ്ഞു, അവയുടെ ഓരോ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. സോ ഇന്നത്തെ ഈ പഠിപ്പിച്ച ലെക്ചർ നോട്ട്സ് നിങ്ങൾ ഹോം അസൈൻമെൻ്റ് ആയിട്ട് എഴുതി എനിക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ സെഷൻ. താങ്ക് യു.